സർക്കാർ കരാറുകളിൽ 4% മുസ്ലിം സംവരണം അനുവദിക്കുന്ന ബിൽ കർണാടക നിയമസഭയിൽ പാസാക്കി. ബി.ജെ.പി. അംഗങ്ങൾ പകർപ്പ് കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധമുയർന്നു. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് ബി.ജെ.പി. വിമർശിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് സർക്കാർ കരാറുകളിൽ 4% മുസ്ലിം സംവരണം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം. ആ ബിൽ നിയമസഭയിൽ ഇന്ന് പാസ്സാക്കിയിരിക്കുന്നു. ബി.ജെ.പി. ഇതിൻ്റെ പകർപ്പ് കീറിയെറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധമുയർത്തിയത്. കൂടുതൽ വിവരങ്ങൾ ഗൗതം. വിനോദ്, വലിയ പ്രതിഷേധത്തിനിടയിലാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. ഈ ബില്ലിൻ്റെ അടിസ്ഥാനം എന്നത് ഈ സർക്കാരിൻ്റെ ടെൻഡറുകളിൽ, നിർമ്മാണങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട ടെൻഡറുകളിൽ മുസ്ലിം മതത്തിന് 4% സംവരണം നൽകുന്നു എന്നുള്ളതാണ്. ഈ ബില്ലിൻ്റെ വ്യവസ്ഥകൾ പുറത്തു വന്നപ്പോൾ തന്നെ ബി.ജെ.പി. ദേശീയ തലത്തിൽ തന്നെ വിഷയം ഉയർത്തുകയും വ്യാപകമായ പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതാണ്. ബില്ല് പിൻവലിക്കണമെന്ന ആവശ്യം ബി.ജെ.പി. ദേശീയ തലത്തിൽ തന്നെ ആവശ്യപ്പെട്ടു. പക്ഷേ അത് ചെവി കൊള്ളാതെ ഇപ്പോൾ സിദ്ധരാമയ്യ സർക്കാർ ഈ മുസ്ലിങ്ങൾക്ക് 4% സംവരണം അനുവദിച്ചുകൊണ്ടുള്ള ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷം ബില്ല് കീറി സ്പീക്കറുടെ ടേബിളിലേക്ക് ഉൾപ്പെടെ എറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുകയും നിയമസഭയ്ക്ക് പുറത്തേക്ക് വോക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ ബഹളത്തിനിടയിലും കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. നേരത്തെ ബജറ്റിനകത്തും മുസ്ലിങ്ങൾക്കായി പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഈ കോൺഗ്രസിൻ്റെ സർക്കാർ നടത്തിയിരുന്നു. മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക IIT, അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുവാനായി 150 കോടി രൂപ നീക്കിവെച്ചു. അതുകൂടാതെയാണ് ഈ മുസ്ലിങ്ങൾക്ക് ടെൻഡറുകളിൽ കൂടി 4% സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ രാജ്യത്തിൻ്റെ ഭരണഘടന മതപരമായിട്ടുള്ള സംവരണങ്ങളെ ഒരു രീതിയിലും അനുശാസിക്കുന്നില്ല. മറിച്ച് വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ സാമൂഹികമായും പിന്നോക്കമായി നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് SC/ST വിഭാഗങ്ങൾക്കും അതോടൊപ്പം തന്നെ OBC വിഭാഗത്തിനുമെല്ലാം സംവരണം നൽകുന്നത്. അത് മതാടിസ്ഥാനമല്ല, മറിച്ച് സാമൂഹികമായ പിന്നോക്കാവസ്ഥയും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയുടെയും അടിസ്ഥാനത്തിലാണ്. ഒരു രീതിയിലും മത അടിസ്ഥാനത്തിൽ സംവരണം നൽകരുത് എന്നത് തന്നെയാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. എന്നാൽ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സർക്കാർ, കർണാടകയിലെ സർക്കാർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പച്ചയായ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ 4% മുസ്ലിം സംവരണം ഏർപ്പെടുത്തുന്നു. ആ ബില്ല് ഈ നിയമസഭയിൽ പാസ്സാക്കിയിരിക്കുകയാണ്. വിനോദ്, കർണാടക നിയമസഭയിലാണ് സർക്കാർ കരാറുകളിൽ 4% മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്തുകൊണ്ടുള്ള ബിൽ പാസ്സാക്കിയിരിക്കുന്നത്. ബി.ജെ.പി. വലിയ പ്രതിഷേധമുയർത്തി. ഇതിൻ്റെ പകർപ്പ് നിയമസഭയിൽ കീറിയെറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഒരുങ്ങൽ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.